പലപ്പോഴും പലരും പറയും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദത്തെക്കുറിച്ച്. എനിക്ക് വിഷാദം വരാതിരുന്ന ഒരവസ്ഥ നാളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ജനിച്ച് ഒരു 1.5-2 വർഷമാണ്. എനിക്ക് വിഷാദം തുടങ്ങിയത്, എനിക്ക് വിഷാദാവസ്ഥയിലോട്ട് ഞാൻ മൂക്കും കുത്തി വീണത് 7ാം ക്ലാസ്സിലാണ്. അതൊരു കോമഡി കഥയാണ്. അതായത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചു. അപ്പം ഞാൻ അച്ചാമ്മയായിട്ട് ഭയങ്കര അച്ചാമ്മയ്ക്ക് എല്ലാവരും ഒരുപോലെ, പക്ഷെ എനിക്ക് അച്ചാമ്മയായിട്ട് ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അമ്മ തിരക്കായി. അമ്മയുടെ വീട്ടിൽ അമ്മമ്മയെ നോക്കാനായിട്ട് രാവിലെ പോകും. അങ്ങനെ ഒരു തിരക്കുമൊക്കെ ഞാൻ പതുക്കെ ഉഴപ്പിലോട്ട് കിടന്നു. അപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു തുടങ്ങി. അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബത്ത്, അമ്മയുടെ ഫാമിലിയിൽ 10 മക്കളും 10 മരുമക്കളും പിന്നെ അവരുടെ കുട്ടികൾ എല്ലാം കൂടെ ഒരു കല്യാണത്തിൻ്റെ ആളെന്നും ഉണ്ടാവും. ഒരു ചേച്ചിയുടെ കല്യാണമായി. അപ്പോൾ എനിക്ക് മാർക്ക് കിട്ടിയപ്പോൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള മാർക്കാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെല്ലാം പ്രൊഫഷണൽസാണ്, എല്ലാവരും മിടുക്കരാണ്. പിന്നെ അന്നൊക്കെ റാങ്ക് ഉണ്ടല്ലോ, റാങ്കൊക്കെ വാങ്ങിച്ച കൂട്ടത്തിലൊക്കെ ഉള്ളവരാണ്. അപ്പം ഞാൻ ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് മാർക്ക് അവിടെ എന്തായാലും അമ്മ മാർക്ക് പ്രസൻറ്റ് ചെയ്യും. അത് അവിടുത്തെ ഒരു നിയമമാണ്. എല്ലാവരുടെയും മാർക്കുകൾ പ്രസൻറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ഒപ്പം കിട്ടും എന്നിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഒപ്പിട്ടപ്പോൾ അച്ഛൻ്റെ ഒപ്പം ലോകത്ത് അച്ഛന് മാത്രമേ ഇടാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ എന്ത് വെച്ചാൽ അമ്മയുടെ സാരിയുടെ അടിയിലോട്ട് അതെടുത്ത് വെച്ചു. അമ്മ കണ്ടുപിടിച്ച് ഞാൻ ആകെ ചമ്മി നാറി. അമ്മ അവിടുന്ന് ശിക്ഷയൊക്കെ കിട്ടി എനിക്ക്. അമ്മയുടെ കുടുംബത്തോട്ട് ചെന്നപ്പോഴത്തേക്കും അമ്മയുടെ കരഞ്ഞ മുഖം, അമ്മയ്ക്ക് കരച്ചിലും ദേഷ്യവും പെട്ടെന്ന് ഒരേപോലെ ഇങ്ങനെ വരും. അപ്പം മുഖത്ത് അത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അമ്മയുടെ അമ്മ ഏറ്റവും ഇളയതാണ്, ശ്യാമളക്കുഞ്ഞാണ്. അപ്പോൾ ശ്യാമളക്കുഞ്ഞിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇപ്പോൾ മൂത്തവരെല്ലാവരും വന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാമളക്കുഞ്ഞ് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പടിഞ്ഞാറേ മുറിയുണ്ട് കേട്ടോ, പടിഞ്ഞാറേ മുറിയിൽ ഞാനിങ്ങനെ ചമ്മി നാറിയിരിക്കുക. അപ്പം പിന്നത്തുള്ള കല്യാണത്തിൻ്റെ ദിവസങ്ങൾ വരെയെന്ന് വെച്ചാൽ എല്ലാവരും എന്നിങ്ങനെ നോക്കുന്നുണ്ട്. ആരും മറ്റുള്ള കുട്ടികളെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. എന്നോടാരും മുതിർന്നവരാരും തന്നെ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഞാനിങ്ങനെ എനിക്ക് തീയെരിയാണ്, നെഞ്ചത്ത് തീയെരിയാണ്. അമ്മ വന്ന് എൻ്റെ അടുത്ത് പോട്ടെ ഇനി സാരമില്ല എന്നൊക്കെ പറഞ്ഞു, വിഷമം വയ്ക്കണ. അച്ഛനും അവിടെ അച്ഛന് അമ്മയുടെ വീടുമായിട്ട് ഭയങ്കര അടുപ്പമാണ്, അവരോടൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലൊരു തീ ഇങ്ങനെ ആളി കത്തുകയാണ്. അതായിരുന്നു ഡിപ്രഷൻ എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം എന്നോട് കുശലം ചോദിക്കുന്നത് പലരും ഇങ്ങനെയായിരുന്നു, എങ്ങനെയുണ്ട് വിദ്യാഭ്യാസം? ഈ ഒരു ചോദ്യം ഞാൻ എത്ര നാൾ അനുഭവിച്ചു. കുറച്ച് നാളും കൂടി ഉണ്ടായിരുന്നു ഇടയ്ക്കിപ്പിൽ. പിന്നെ അത് മാറി. പക്ഷേ ആ ഒരു ആൾക്കൂട്ടത്തിൽ തനിച്ചായ ഞാൻ കുറേ ദിവസങ്ങളും നിമിഷങ്ങളും ഉണ്ട്. പിന്നീട് ഒരിക്കലും എൻ്റെ തല ഉയർന്നിട്ടില്ല. ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡായി, ഒരുപാട് ഡിറ്റാച്ച്ഡായി. അപ്പം എഴുതത്തള്ളപ്പെട്ടവരുടെ കൗൺസിലറെന്ന് ഞാൻ എപ്പോഴും പറയും. ഞാനൊരു എഴുതത്തള്ളപ്പെട്ട കുട്ടി തന്നെയായിരുന്നു. കാരണം എൻ്റെ ബ്രദർ ഒരുപാട് ഗ്യാപ്പിന് ശേഷം വന്ന ആൺകുട്ടിയാണ്, കണ്ണമോനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനെ എല്ലാവരും പുഞ്ചിക്കുന്നു. അപ്പം അതിൻ്റെ സിബ്ലിംഗ് റൈവലറി എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് അവനെ ജീവനാണ്. ഏതാണ്ട് എൻ്റെ കല്യാണം വരെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധവുമായിരുന്നു. ഇപ്പം അങ്ങനല്ല. പക്ഷെ ആ ഒരു 7ാം ക്ലാസ്സിൽ എനിക്ക് നേരിട്ടൊരു ആൾക്കൂട്ടത്തിൽ തനിച്ചാക്കപ്പെട്ട, അതും എല്ലാം പ്രൊഫഷണലായിട്ടുള്ള ബന്ധുക്കളുടെ ഇടയിൽ ഒന്നൊന്ന് ചേർത്ത് പിടിച്ച് പോട്ടെ സാരമില്ലടാ, ഇതൊക്കെ നീ നന്നായിട്ട് പഠിക്കുക, നിനക്ക് എന്താ പറ്റി എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഇപ്പം ഞാൻ 100 കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എഴുതത്തള്ളപ്പെട്ട കൗൺസിലറുടെ 1ാം അധ്യായം ഇതാണ്.